നമസ്കാരം. ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ആരോഗ്യ ഇൻഷുറൻസ് കാർഡുമായി ബന്ധപ്പെട്ട വളരെ സുപ്രധാനമായ അറിയിപ്പുമായിട്ടാണ് ഇന്ന് ഇൻഫർമേഷൻ മീഡിയ വന്നിട്ടുള്ളത്. 60 വയസ്സ് കഴിഞ്ഞ ആളുകൾക്ക് ഇനി ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് എങ്ങനെ പുതിയതെടുക്കാം, അതുപോലെ തന്നെ നിലവിലുള്ള കാർഡ് പുതുക്കണോ, അതിൽ കൂടുതൽ ആളെ ചേർക്കാൻ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നിവയെക്കുറിച്ചെല്ലാമാണ് നോക്കാൻ പോകുന്നത്. അതിനു മുമ്പായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒരു തരത്തിലുള്ള രാഷ്ട്രീയ കാര്യങ്ങൾ നമ്മുടെ ചാനൽ വരുന്നതല്ല. ഗവൺമെൻറ്റിന് ലഭിക്കേണ്ട സേവനങ്ങൾ, ആനുകൂല്യങ്ങൾ, പെൻഷൻ അറിയിപ്പുകൾ മുതലായ കാര്യങ്ങളായിരിക്കും വീഡിയോസിൽ വരുന്നത്. ശ്രദ്ധിക്കുക, ഗവൺമെൻറ് സേവനങ്ങൾ എപ്പോൾ വേണമെങ്കിൽ മാറ്റങ്ങൾ വരാം. അതുകൊണ്ട് തന്നെ പുതിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക. നമുക്കറിയാം, കേരളത്തിലെ തന്നെ അല്ലെങ്കിൽ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന RSBI കാർഡുള്ള എല്ലാ ആളുകൾക്കും 5 ലക്ഷം രൂപയുടെ തന്നെ ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് ലഭിക്കുന്നുണ്ട്, പരിരക്ഷ ലഭിക്കുന്നുണ്ട്. പല ആളുകൾക്കും ഇപ്പോൾ ഈ ഒരു ആനുകൂല്യം ലഭിക്കുന്നുണ്ട്. പല ആളുകളും ഈ ഒരു ആനുകൂല്യത്തിന് വേണ്ടി കാത്തു നിൽക്കുന്നുമുണ്ട്. അങ്ങനെയുള്ള ആളുകൾക്ക് സന്തോഷ വാർത്തയുമായിട്ടാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ വന്നിട്ടുള്ളത്. 60 വയസ്സ് കഴിഞ്ഞ എല്ലാ ആളുകൾക്കും, ആധാർ കാർഡിൽ 60 വയസ്സ് കഴിഞ്ഞ എല്ലാ ആളുകൾക്കും അടുത്ത മാസങ്ങളിൽ തന്നെ ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് ലഭിക്കാനുള്ള നിർദ്ദേശമായിട്ടാണ് സർക്കാർ വന്നിട്ടുള്ളത്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ് PMJY എന്ന് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന ഈ പദ്ധതി. കേരളത്തിലും അതുപോലെ തന്നെ മറ്റു സംസ്ഥാനങ്ങളിലെല്ലാം ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിലും അതുപോലെ തന്നെ പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിലും ഈ ഒരു പദ്ധതി മുഖാന്തരം നമുക്ക് ലഭിക്കുന്നുണ്ട്. കഴിഞ്ഞ വീഡിയോസിൽ തന്നെ പല ആളുകളും പറഞ്ഞു ഈ പദ്ധതി മൂലം പണം ലഭിക്കുന്നില്ല, അല്ലെങ്കിൽ ഇതിന് പ്രത്യേകിച്ച് ഒരു കാര്യമില്ല എന്നുള്ളത്. അങ്ങനെയുള്ള ആളുകളോട് പറയാനുള്ളത്, കേന്ദ്ര സർക്കാരിൻ്റെയും കേരള സർക്കാരിൻ്റെയും അറിയിപ്പുകൾ ഓരോ സമയത്ത് നമ്മൾ ചെയ്യാൻ ശ്രമിക്കുക. അതിന് ഉദാഹരണമാണ് ഇപ്പോൾ ആരോഗ്യ ഇൻഷുറൻസ് കാർഡ്. 2015-16 കാലയളവിൽ ഈ കാർഡ് എടുക്കുന്ന സമയത്ത് പല ആളുകളും ഈ കാർഡ് എടുത്തിരുന്നില്ല. പക്ഷേ അന്നൊരു 50%, 60% ആളുകൾ ഈ കാർഡ് എടുത്തു. പിന്നീട് അന്ന് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ മാത്രമായിരുന്നു ഈ കാർഡ് എടുത്തത്. എല്ലാ വർഷവും കറക്റ്റായി പുതുക്കി പോകുന്ന ആളുകൾക്ക് മാത്രമാണ് ഇപ്പോൾ പദ്ധതി ലഭിക്കുന്നത്. കേന്ദ്ര സർക്കാരിൽ നിന്നായാലും കേരള സർക്കാരിൽ നിന്ന് ലഭിക്കേണ്ട പദ്ധതികൾ യഥാസമയത്ത് നമ്മൾ അതിൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്യണം. എങ്കിൽ മാത്രമായിരിക്കും തുടർന്ന് ലഭിക്കുക. നമ്മളുടെ എന്തെങ്കിലും സമയം മറ്റു മൂലമോ അല്ലെങ്കിൽ നമ്മുടെ അലംഭാവം മൂലമോ നമ്മൾ അതിന് വേണ്ട സമയത്ത് നമ്മൾ അപ്ഡേഷൻ ചെയ്യാതിരിക്കുകയോ അല്ലെങ്കിൽ പുതുക്കാതിരിക്കുകയോ മറ്റോ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നീട് ആ പദ്ധതി ലഭിക്കുകയില്ല. അത് പിന്നീട് കേന്ദ്ര സർക്കാരിനെയോ അല്ലെങ്കിൽ കേരള സർക്കാരിനെയോ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അത് നമ്മുടെ ഭാഗത്ത് മാത്രമുള്ള ഫാൾട്ടാണ്. അതുകൊണ്ട് തന്നെ എല്ലാ സമയത്തും കറക്റ്റായിട്ട് തന്നെ അപ്ഡേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ 60 വയസ്സ് കഴിഞ്ഞ ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അവരുടെ ആധാർ കാർഡ് കറക്റ്റായിട്ട് അപ്ഡേറ്റ് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ റേഷൻ കാർഡിൽ അവരുടെ പേരുണ്ടെന്ന് കറക്റ്റായി ശ്രദ്ധിക്കുക. ആധാർ കാർഡിലുള്ളതുപോലെ തന്നെ പേരാണ് റേഷൻ കാർഡിലുള്ളതെന്ന് ഉറപ്പുവരുത്തുക. എന്നാൽ ഈ വരുന്ന സമയത്ത്, ഇനി പുതിയ അപ്ഡേഷൻ വരുന്ന സമയത്ത് അവർക്ക് പെട്ടെന്ന് തന്നെ എടുക്കാൻ സാധിക്കും. അല്ലാതെ അത് ക്ലിയർ അല്ലാത്ത ആളുകൾക്ക് അത് ക്ലിയർ ആക്കാനുള്ള സമയം പോലും നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ അതിനുള്ള അവസരം നഷ്ടപ്പെട്ടേക്കും. അതുകൊണ്ട് തന്നെ എല്ലാ രേഖകളും ക്ലിയർ ആയിരുന്നു ഉറപ്പുവരുത്തുക. ഇത് വരുന്ന സമയത്ത് ഇപ്പോൾ അറിയുന്ന വിവരം അടുത്ത മാസങ്ങളിൽ തന്നെ, ഇത് തുടക്കത്തിൽ തന്നെ ഈ ഒരു വിവരം വരുമെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിച്ചത്. ഇനി ഒരു പുതിയ വീഡിയോസുമായി കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.